പകുതി എന്നടിക്കാൻ എന്തെങ്കിലോട്ടോ ആളിന്ന് ചെയ്യുമ്പോ കണ്ണൂത്തിട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, കുറച്ചും കൂടെ വേണമായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഇമോഷൻസ് കണക്ട് ആവാൻ പറ്റിയോ എന്നൊരു തോന്നി. കുറെയൊക്കെ റിവെഞ്ച്, വയലൻസ് അതൊക്കെ തന്നെയായിരുന്നു. മലയാളത്തിലൊരു വെറൈറ്റി പടമായിട്ടുണ്ട്, കൊള്ളാം. നല്ല സിനിമ, നല്ല സിനിമയാ. ഒറ്റയ്ക്ക് അതെ അതെ, പകുതി എന്നടിക്കാൻ എന്തെങ്കിലോട്ടോ ആളിന്ന് ചെയ്യുമ്പോ കണ്ണൂത്തിട്ട് കണ്ട് കണ്ണുപൊത്തിരുന്നു. വയലൻസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വയലൻസ്. അടിപൊളിയാണ് എക്സ്പീരിയൻസ്, സൂപ്പർ. ഫസ്റ്റ് കയറുന്നതിന് മുന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഓളത്തിലൊക്കെ പോയി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, സിനിമയല്ലേ. അടിപൊളിയായിരുന്നു. വയലൻസ് പടം നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. അടിപൊളി, നമ്മൾ പ്രതീക്ഷിക്കുന്ന, പക്ഷെ അവസാനത്തെ ഒരു സീന് കുറച്ചും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. കുറച്ചും കൂടെ വേണമായിരുന്നു. ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. വയലൻസ് നല്ല രീതിക്ക്, പക്ഷെ സ്റ്റോറി ബേസ് നോക്കുമ്പോൾ സ്റ്റോറി സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് വീക്കാണ്. പക്ഷെ എന്നാലും അതിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സൗണ്ട് മിക്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ സ്റ്റോറി വൈസ് കുറച്ചുകൂടെ നമുക്ക് റിവെഞ്ച് ഫീൽ ചെയ്യിക്കായിരുന്നു. കുറച്ച് നല്ലൊരു സ്ക്രീൻ പ്ലേ ഒക്കെ കൊടുത്ത് നല്ലൊരു റിവെഞ്ച് ഫീൽ ചെയ്യിക്കായിരുന്നു. അപ്പൊ ഇനിയൊരു സിനിമ വരണമെങ്കിൽ ഇതിനേക്കാളും അപ്പുറത്ത് നല്ലൊരു ആക്ഷനൊക്കെ ആയിട്ട് വരേണ്ടി വരും. നല്ല കോമ്പറ്റീഷൻ, നല്ലൊരു പടം വന്നാലും അടിപൊളിയാണ് തീർച്ചയായിട്ടും. കാരണം പുഷ്പയൊക്കെ 400 കോടി എടുത്തിട്ട് ഒന്നും കാണിക്കാത്ത നമ്മളെ ബോളിവുഡ് ഇവിടെ 30 കോടി വെച്ച് അടിപൊളി പടം എടുത്തിരിക്കണം. അപ്പൊ പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. വളരെ കൊടൂരമായ ഒരു പടമായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊന്നും കാണാൻ പറ്റിയതല്ല. സ്ത്രീകളൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു. അത് മനഃശക്തി ഇല്ലാത്ത കാണാൻ അല്ലല്ല, പക്ഷേ കുറച്ച് പവറൊക്കെ ഉണ്ടായും കണ്ടിരിക്കാനുള്ള അടിപൊളി പടമാണ്. ഇതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ബാക്കിയുള്ള ഒരു വയലൻസ് നമ്മൾ പല ഇപ്പൊ കില്ല് കണ്ടാണൊക്കെ തന്നെ പല രീതിയിൽ വയലൻസ് കണ്ടിട്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ കാണുമ്പോഴത്തേക്ക് ഇതാണ് വയലൻസ്. എന്ത് കാണണമെന്നുള്ള ഇവിടെ വന്ന് തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലേ, നല്ല പടമാണ്. ഭയങ്കര വയലൻസ് ആണ് സിനിമ. പിന്നെ കുറച്ച് ഇമോഷൻസ് കണക്ട് ആവാൻ പറ്റിയോ എന്നൊരു തോന്നി. കുറെയൊക്കെ റിവെഞ്ച്, വയലൻസ് അതൊക്കെ തന്നെയായിരുന്നു. നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അത് റിസ്ക് ആണ്. പിന്നെ കുഴപ്പമില്ല. ഉണ്ണിമുഖത്തിനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ജഗദീഷിന്റെ റോളൊക്കെ അടിപൊളി റോളാണ്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വില്ലന്മാരെ കിട്ടില്ല. ലാസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ വില്ലന്മാരൊക്കെ സംഭവങ്ങളൊക്കെ. സസ്പെൻസ് ഒക്കെ പടം കണ്ടിട്ട് നല്ല റിവ്യൂ ആയിരിക്കും. അടിപൊളിയാണ്, നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ഹനീഫ് അദാനി നല്ല രീതിയിൽ പൈസ ഇതിൽ മുടക്കിയിട്ടുണ്ട്. കാരണം അത്രയും എല്ലാ ഫ്രെയിമും ഓരോന്നോരോന്ന് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന അത്രയും നല്ല സൂപ്പർ ഫ്രെയിമുകളാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഉണ്ണി മോഹന്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളി, ഒന്നുമില്ല, രക്ഷയില്ല, ഒരു രക്ഷ. നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവി ബ്രോ. സത്യം പറഞ്ഞ അടിപൊളി മൂവി ബ്രോ, സൂപ്പർ പടം. മലയാളത്തിൽ ഇങ്ങനെ പടത്തെ ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി പടം, ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളി. എല്ലാവർക്കും വന്ന് കാണാം. പക്ഷെ ഫാമിലി ആയിട്ട് അത്ര പറ്റത്തില്ല കേട്ടോ. അടിപൊളി പടം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ബോറിംഗ് അല്ല. സത്യം പറഞ്ഞ അടിപൊളി പടം. ഉണ്ണി മോഹൻ പൊളി. വൈറ്റാണ് കൂടുതൽ ഇഷ്ടമായിട്ട്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അടിപൊളി വയലൻസ് ആണ്, ഒരു രക്ഷയില്ല.